കൊച്ചി തീരത്തുണ്ടായ കപ്പൽ അപകടത്തെ തുടർന്ന് ദുരിതത്തിലായി മത്സ്യത്തൊഴിലാളികൾ. എറണാകുളത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ശ്രീകൃഷ്ണപ്രിയൻ വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടം വന്നത് 7 ലക്ഷം രൂപയാണ്. കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറിൽ തട്ടി വല കീറി എറണാകുളത്ത് മാത്രം 6 മാസത്തിനിടെ മത്സ്യത്തൊഴിലാളികൾക്ക് 6 കോടി രൂപയാണ് നഷ്ടം. MSC എൽസാത്രി കപ്പലപകടം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടെങ്കിലും അതിന്റെ ദുരിതം ഇപ്പോഴും പേറുകയാണ് മത്സ്യത്തൊഴിലാളികൾ. അതിന്റെ നേർചിത്രത്തിലേക്ക്. ഞങ്ങൾ കടലിൽ പണിക്കാരാണ്, പക്ഷെ ഇങ്ങനത്തെ വരുമ്പോൾ ഞങ്ങൾ തകർന്നു പോകും. അതാണ് സത്യാവസ്ഥ. പറയാൻ വാക്കുകളില്ല, എത്ര സങ്കടമുണ്ട്. കാളമുക്ക് ഹാർബറിൽ നിന്ന് ഇന്ന് രാവിലെ മത്സ്യബന്ധനത്തിന് പോയ ശ്രീകൃഷ്ണപ്രിയൻ എന്ന വള്ളത്തിലാണ് നമ്മളുള്ളത്. അവരുടെ വല പൂർണ്ണമായി നശിച്ചു. അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ കപ്പലപകടവുമായി ബന്ധപ്പെട്ടുണ്ടായ കണ്ടെയ്നർ അവിടെ താഴ്ത്തു കിടക്കുകയോ അതിൽ തട്ടി വല പൊട്ടിപ്പോകുന്ന സാഹചര്യം. ഒരുപാട് പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവർ തന്നെ വ്യക്തമാക്കുകയാണ്. ചേട്ടാ, ഇന്ന് എത്ര മണിയോടുകൂടിയാണ് നിങ്ങൾ പോയത്? എന്താണ് സംഭവിച്ചത്? 5:30 മണിയോടുകൂടിയാണ് പോയിട്ട് ഞങ്ങൾ കൊണ്ടുപോയി മീനെ കണ്ട് വലടിച്ച് കുറേ നേരം കഴിഞ്ഞാൽ പിന്നെ റോപ്പും കണ്ട് പോകുന്നില്ല, വീഞ്ചയിൽ കറങ്ങി പന്നില്ല. നോക്കിയപ്പോൾ വലയൊക്കെ പൊട്ടി പോകണേണ്, റോപ്പെല്ലാം പൊട്ടിപ്പോയി, വലയുടെ എല്ലാ ഇതും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 7 ലക്ഷം രൂപയോളം നമുക്ക് നഷ്ടമൊന്നുണ്ട്. മീനിൻ്റെ കാശ് പിന്നെ പോട്ടെ, എന്നാൽ 7 ലക്ഷം രൂപ ഞങ്ങൾക്ക് വലയും റിപ്പയർ പൈസയും കൂടി ഞങ്ങൾക്ക് വരും. അങ്ങനെയല്ലോ അടുത്ത നടപടികളായിട്ട് പരാതി നൽകിയിട്ടുണ്ട്. ഒരുപാട് പരാതി അവിടെ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരാതി കൊടുക്കേണ്ട എല്ലാവരും, പക്ഷേ ഇതിനൊരു പ്രയോജനമായിരിക്കും കിട്ടിയല്ലോ ഇത്ര നാളായിട്ടും. പരാതികൾ അവർ സ്വീകരിക്കാനുണ്ട്, എല്ലാം ചെയ്യാനുണ്ട്, പക്ഷെ ആയിരിക്കും ഒരു വള്ളക്കായിരിക്കും 10 പൈസ കിട്ടിയല്ലോ എന്നുള്ളതാണ്. 2 ആഴ്ച മുമ്പ് പണി കഴിഞ്ഞിറക്കിയ വള്ളമാണിത്. വലിയ പ്രതീക്ഷയോടെയാണ് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോയത്. പക്ഷേ നേരിട്ടത് കനത്ത തിരിച്ചടി. ഫിഷറീസിൽ പരാതി നൽകിയെങ്കിലും വലിയ പ്രതീക്ഷയില്ല. അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണ കണ്ടെയ്നറിൽ തട്ടി വലകൾ കീറുന്നത് നിത്യസംഭവമായി മാറുകയാണ്. എറണാകുളത്ത് മാത്രം കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ലഭിച്ചത് 40 പരാതിയാണ്. 6 കോടിയുടെ നഷ്ടവും. ഇതുവരെ ആർക്കും നഷ്ടപരിഹാര തുക ലഭിച്ചിട്ടില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയുന്നത്. കേരളം മുങ്ങിത്താന്നപ്പോൾ കൈപിടിച്ചു കയറ്റിയ ഒരു കൂട്ടം മനുഷ്യരാണ് കേരളത്തിൻ്റെ സ്വന്തം സൈന്യമെന്ന് മുഖ്യമന്ത്രി വിശേഷിച്ചവർ. അവർക്ക് MSC പോലുള്ള വലിയ കപ്പലുകളുമായി താരതമ്യം ചെയ്ത് യുദ്ധം ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട്, ഫിഷറീസ് വകുപ്പിനുണ്ട്. രാഹുൽ വിഎസിനൊപ്പം വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.